കഴിഞ്ഞ ദിവസം ആരുവിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു കേട്ടോ. കൊച്ചിയിലെ ഒരു പ്രീമിയം ഹോട്ടലിന്റെ വീഡിയോ ആയിരുന്നു. നോട്ട് ദ പോയിന്റ്, പ്രൊമോഷൻ ചെയ്യുന്നത് ഫ്രാങ്ക് ആണ്, നമ്മളല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ബോണസ് പാക്ക് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ആക്കിയതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ പെൻഡിങ് ആയി. പക്ഷെ എനിക്ക് അവിടുത്തെ മൊത്തം അറ്റ്മോസ്ഫിയർ അങ്ങ് ശരിക്കും ബോധിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു മൈ സ്പേസ് എത്തിയപ്പോൾ പൂരം കഴിഞ്ഞ് ആളൊഴിഞ്ഞ് ഉത്സവപ്പറമ്പിലെ പ്രതീതിയായിരുന്നു എന്റെ മനസ്സിൽ. പൊതുവെ എല്ലാ റൈഡ് കഴിഞ്ഞാലും എന്റെ മൈൻഡ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ അരുവിന് വേണ്ടി വാങ്ങിയ ഒരു ഡിജിറ്റൽ സ്ലേറ്റ് ആയിരുന്നു. നമ്മുടെ ആ പഴയ പൊട്ടുന്ന സ്ലേറ്റ് ഒക്കെ ഇപ്പോൾ ഉണ്ടാവും. എന്നാലും ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, ഇങ്ങനെ അങ്ങ് മിനിമൈസ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ തുടയ്ക്കാനും പൊടിയും പ്രശ്നമൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. എന്തായാലും സ്ലേറ്റ് അവിടെ ഇരിക്കട്ടെ. സ്ലേറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിപ്പോൾ ആവശ്യം എന്താ, ഇതിന്റെ ഈ കവറാണ്. ഇതിൽ ഞാൻ ഇതേപോലെ ഒരു ഫ്ലവർ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡെസ്ക് ഡെക്കോർ ആണ്. അതെന്താ അവിടെ ഒരു തിരുത്തൽ എന്നാൽ, ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്കിത് നേരെ നിൽക്കുമോ, ഇതെങ്ങനെ നേരെ നിർത്തണം എന്നൊന്നും അറിയില്ല. ആ ഒരു കാര്യം അറിയാത്തതിന്റെ പേരിൽ കുറെ ആയി പിൻട്രസ്റ്റിൽ കണ്ടിട്ടും ഞാനിത് ചെയ്യാതെ മാറ്റി മാറ്റി വെച്ചേക്കുന്നു. എന്തായാലും കുറെ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങി കൂട്ടിയിട്ടുള്ള ധൈര്യത്തില് ഇന്നിത് എങ്ങനെയായാലും ഇവനെ ഞാൻ സ്വന്തം കാര്യം നിർത്തിയിരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ അങ്ങ് തുടങ്ങി വെച്ചു. കവറിന് 2 സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് 2 പീസ് കിട്ടും. ഇത് തന്നെ നമുക്ക് വൈറ്റ് പേപ്പറിലും ചെയ്തെടുക്കാം. പക്ഷെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ സ്പോഞ്ച് ആണോ ഫോം ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും അല്ലാത്ത ഒരു എന്തോ ഒരു മെറ്റീരിയൽ ആണ്. നമ്മളിങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ വരുന്ന ഒരു സ്പോഞ്ചിന്റെ കവറില്ലേ, അത് തന്നെയാണ് സംഭവം. പിന്നെ കട്ടി വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് 2 സൈഡിലും അങ്ങ് ഒട്ടിച്ചെടുക്കുന്നത്. സെന്ററിൽ ഇതേപോലെ ഒരു യെല്ലോ കളർ പേപ്പറോട് വെച്ചപ്പോഴേക്കും ആ ഒരു ഫ്ലവറിന്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു പൂവിന് വേണ്ട സ്റ്റെം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ ഇതേപോലെ റോൾ ആക്കി എടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെന്ററിൽ നിന്ന് താഴെ വരെ ഒട്ടിച്ചു കൊടുക്കുക, എങ്കിലേ ഇത് കറക്റ്റ് ആയിട്ട് സ്റ്റെമ്മിൽ നിൽക്കുള്ളൂ. ഇനി ഇതുപോലെ ബേസ് ബോർഡിന്റെ ഒരു ചെറിയ പീസ് എടുക്കുക, അത് ഏതെങ്കിലും ഒരു കളർ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഞാൻ യെല്ലോ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മെറ്റീരിയൽ ഇല്ലേ, ആ ഒരു ഫോം ഷീറ്റിന്റെ മെറ്റീരിയൽ ഇതേപോലെ തന്നെ 2 ലീവ്സും പിന്നെ താഴെ ഒരു സ്ക്വയറിന്റെ പീസും വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ദെൻ ആ സ്ക്വയറിന്റെ പോർഷൻ മാത്രം ഞാൻ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചങ്ങെടുത്തു. ദാ ഇവിടെ നിന്നാണ് നമ്മുടെ ടാസ്ക് തുടങ്ങുന്നത്. ഇതൊന്ന് നിവർന്ന് എങ്ങനെ നിൽക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും വെട്ടിയിട്ട് വാഴത്തണ്ട് കിടക്കുന്നവർക്ക് കിടക്കായിരുന്നു. കുത്തിച്ചാരി ഇതേപോലെ ഫ്ലവർ കൂടെ വെച്ച് കൊടുത്തപ്പോഴേക്കും കറക്റ്റായിട്ട് നിന്നു. ഇത് എത്ര നേരത്തേക്ക് നിൽക്കും എന്നാണ് ഇനി സംശയം. പക്ഷെ ഇനി നിമിഷം വരെയും ഇത് പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഹാപ്പിനെസ്. എന്തായാലും ശങ്കിച്ച് ഞാനൊരു ശങ്കുണ്ണിയായി മാറുന്നതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട. ബായ്.